വർഷം വിവാദങ്ങളാൽ നിലനിന്നിരുന്ന മണ്ഡലമായിരുന്നു നിലമ്പൂർ. സമാനതകളില്ലാത്ത രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾക്കാണ് നിലമ്പൂർ ഇന്നലെകളിൽ സാക്ഷ്യം വഹിച്ചത്. ഇടതുപക്ഷ MLA ആയിരിക്കെ തന്നെ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിലെ അഴിമതിയെക്കുറിച്ചും ക്രിമിനൽ പ്രവർത്തനങ്ങളെക്കുറിച്ചും നിലമ്പൂർ MLA ആയിരുന്ന PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ഇടതു സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇതോടെ അൻവറും സർക്കാരും രണ്ടു തട്ടിലാവുകയും കാലാവധി തീരാൻ 1.5 വർഷക്കാലം മാത്രം ബാക്കി നിൽക്കവേ MLA സ്ഥാനം രാജിവെച്ച് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും ചെയ്തു. നിലവിൽ നാദനില കളരിയായ നിലമ്പൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അൻവർ തീർത്ത ആരോപണങ്ങളുടെ ചൂടേറ്റ് തളർന്നിരിക്കുന്ന നിലമ്പൂരിലെ CPIM നേതൃത്വത്തിന് തിരികെ എത്തുക എന്നത് വലിയ വെല്ലുവിളിയാണ്. നിലവിൽ അൻവർ ഉയർത്തിയ ഇടതുവിരുദ്ധത മാറ്റിയെടുക്കുവാൻ അനുയോജ്യനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്ന വെല്ലുവിളിയാണ് നേതൃത്വം ഏറ്റെടുത്തത്. ഒടുവിൽ CPMന്റെ യുവനേതാവ് ജെയ്ക് തോമസിലേക്ക് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിത്വം എത്തിയിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. നേതൃത്വം ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾ നടത്തിവരികയാണ്. നിലമ്പൂരിന്റെ മണ്ണിലേക്ക് ഇടത് സ്ഥാനാർത്ഥിയായി ജെയ്ക് തോമസ് കടന്നു വരുമ്പോൾ ഏതു വിധേനയും മണ്ഡലം നിലനിർത്തുക എന്ന ലക്ഷ്യം മാത്രമാണ് CPM നേതൃത്വത്തിന് മുന്നിൽ. UDF സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിക്കുന്ന വേളയിൽ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി നേതൃത്വം പരിഗണിക്കുകയാണെങ്കിൽ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള ജെയ്ക് തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പരമാവധി ക്രൈസ്തവ വോട്ടുകൾ നേടാം എന്ന കണക്കുകൂട്ടലും CPM നേതൃത്വത്തിനുണ്ട്. പ്രത്യേകിച്ച് മുനമ്പം വിഷയം കത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ക്രൈസ്തവരുടെ അട്ടിപ്പേറവകാശം BJP ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരൻ കൂടിയായ ജെയ്ക് തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയാലേ തെരഞ്ഞെടുപ്പിൽ ജയിക്കുവാൻ കഴിയൂവെന്ന് CPM നേതൃത്വം കരുതുന്നു. ഒപ്പം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ 2 തവണയും അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മകൻ ചാണ്ടി ഉമ്മനോടും പരാജയപ്പെട്ടതിന്റെ സഹതാപ തരംഗവും ജെയ്ക്കിന് തെരഞ്ഞെടുപ്പിൽ അനുകൂലമാകും. SFIയിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന ജെയ്ക്കിന്റെ നേതൃപാടവവും ചാനൽ ചർച്ചകളിലെ CPMന്റെ ജനകീയ മുഖവുമായ യുവ നേതാവ് സ്ഥാനാർത്ഥിയായി വരുന്നതിൽ നേതൃത്വത്തിൽ പൂർണ്ണ യോജിപ്പാണ്. ഒപ്പം നിലമ്പൂരിലെ സീറ്റിനെ ചൊല്ലി UDFൽ നിലനിൽക്കുന്ന തർക്കങ്ങളും ജെയ്ക്കിന് തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രതിച്ഛായ നൽകുമെന്നും നേതൃത്വം കരുതുന്നു. 2016 ഉമ്മൻചാണ്ടിയുടെ സ്വന്തം മണ്ഡലമായ പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിന്റെ തന്നെ എതിരാളിയായി ജെയ്ക് തോമസ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. മണ്ഡലത്തിലെ വികസനത്തിനൂന്നിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയെങ്കിലും മണ്ഡലം ഉമ്മൻചാണ്ടിയിലൂടെ തന്നെ UDF നിലനിർത്തി. 2016 തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുമായുള്ള ആദ്യ പോരാട്ടത്തിൽ 27,092 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ജെയ്ക്കിന് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. എന്നാൽ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF കോട്ടയായ പുതുപ്പള്ളിയെ വിറപ്പിച്ചുകൊണ്ടായിരുന്നു ജെയ്ക്കിന്റെ മുന്നേറ്റം. ഉമ്മൻചാണ്ടി 63,372 വോട്ട് നേടി മണ്ഡലം നിലനിർത്തിയപ്പോൾ ജെയ്ക് തോമസ് 54,328 വോട്ടുകളുമായി വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു. ജെയ്ക്കിന്റെ ഈ മുന്നേറ്റം UDF നേതൃത്വം അന്ന് ഗൗരവമായി ചർച്ച ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മകനായ ചാണ്ടി ഉമ്മൻ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയപ്പോഴും LDF സ്ഥാനാർത്ഥിയായി ജെയ്ക്ക് നിലകൊണ്ടു. ഉമ്മൻചാണ്ടിയുടെ മരണം സൃഷ്ടിച്ച സഹതാപ തരംഗമാണ് ചാണ്ടി ഉമ്മന്റെ വിജയത്തിന് കാരണമെന്ന അഭിപ്രായവും അന്ന് ഉയർന്നിരുന്നു. ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കാലയളവ് 1 വർഷത്തിൽ താഴെയാണെങ്കിലും ജയപരാജയങ്ങളുടെ രാഷ്ട്രീയ പ്രഹരശേഷി ഏറെ വലുതാണെന്നും നിലമ്പൂരിലെ ഫലം 140 നിയമസഭാ മണ്ഡലങ്ങളിലും പ്രതിഫലിക്കുമെന്നും മുന്നണികൾക്ക് ബോധ്യമുണ്ട്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ വിയർപ്പൊഴുക്കുന്ന UDFന് ഏറെ പ്രധാനപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പ്. സംസ്ഥാന സമ്മേളനത്തിൽ ഉറച്ച തുടർഭരണ പ്രതീക്ഷയുയർത്തി നവകേരള നയരേഖയടക്കം പാസാക്കി 3ാം സർക്കാരിനൊരുങ്ങുന്ന ഇടതുമുന്നണിക്കും ഈ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാകും.